സോ ഹേ ഗൈസ്, വെൽക്കം ടു ഫിഗ്മ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി ഈ പോസ്റ്ററിനെ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഫിഗ്മയ്ക്കകത്ത്. സോ ഇതിൻ്റെ ഈ വീഡിയോ കൊണ്ട് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഗ്മ ആസ് എ ഗ്രാഫിക് ഡിസൈൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാനും, രണ്ടാമത്തെ കാര്യം ഫിഗ്മയും ഫോട്ടോഷോപ്പും തമ്മിലുള്ള നമുക്ക് ഡിഫറൻസസും വർക്ക് ഫ്ലോയുടെ ഡിഫറൻസസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫോട്ടോഷോപ്പും ഫിഗ്മയും തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഷോപ്പ് ഒരു ഇമേജ് മാനിപ്പുലേഷൻ ടൂളാണ്, അല്ലെങ്കിൽ ഒരു റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ടൂളെന്നോ എങ്ങനെ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ നമ്മൾ ഫിഗ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫിഗ്മ ഇസ് മോർ ഓഫ് എ കൊളാബറേറ്റീവ് UI/UX ഡിസൈൻ ടൂൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻറ്റൻറ്റഡ് യൂസ് കേസുകൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാ ടൂൾസും ഒരേപോലെ കിട്ടണമെന്നില്ല. സോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഷോപ്പിൻ്റെ അകത്ത് നേറ്റീവ്ലി ഉള്ള പല ടൂൾസും ഇതിൻ്റെ അകത്ത് പ്ലഗിൻസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള, ഡയറക്റ്റ്ലി ഉണ്ടാവില്ല, പ്ലഗിൻസ് ആയിട്ടായിരിക്കും. സോ നമുക്കിതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങാം. സോ ഫോട്ടോഷോപ്പിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ക്യാൻവസ് ഉണ്ടാക്കണം. ഫിഗ്മയിൽ ക്യാൻവസുകൾക്ക് പറയുന്നത് ഫ്രെയിംസ് എന്നാണ്. സോ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ആദ്യം തന്നെ ഈ ഫിഗ്മയുടെ UI നിങ്ങളുടേത് ഇങ്ങനെ അല്ലെങ്കിൽ ഓർത്ത് പേടിക്കേണ്ട. ജസ്റ്റ് ഫിഗ്മ പുതിയൊരു UI ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്, ഫിഗ്മ UI3 എന്ന് പറഞ്ഞാൽ. അതെല്ലാവർക്കും കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. സോ ചിലവർക്കൊക്കെ അതാണ് വരുന്നത്. അത് കാരണം ജസ്റ്റ് ഇതിൻ്റെ ലേഔട്ട് വ്യത്യാസമുള്ളൂ. ഈ ടൂൾ ബാറിനെ എടുത്ത് താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സാധനങ്ങളും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. സോ അതോർത്ത് പേടിക്കേണ്ട. സോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസിൻ്റെ അകത്ത് ഇവിടെ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. നമുക്ക് പല സൈസുകളുടെ പ്രീസെറ്റ്സ് ഉണ്ട്. സോ നമുക്ക് വേണ്ടത് ഈ സൈസാണ്. ഈ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വലി പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സൈസാണ്. 1080x1350 പിക്സൽസ് ആണ്. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബേസിക്കലി ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് 1080x1080 എടുക്കാം. ഇത് നമ്മുടെ സ്ക്വയർ പോസ്റ്റാണ്. സോ ഹൈറ്റ് കുറച്ചും കൂടെ കൂട്ടണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് വാല്യൂ കൊടുക്കുകയാണ് 1350. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി എന്ത് കിട്ടി? ഈ പറയണ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഫ്രെയിം കിട്ടിക്കഴിഞ്ഞ് ഇനി ഞാൻ അടുത്ത സാധനം എന്താണ്, അന്നത്തെ അസറ്റ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇത് അഭിഷേക് അന്ന് ഗ്രൂപ്പിൽ തന്ന അസറ്റ്സ് തന്നെയാണ്. ഞാൻ ഈ ഫയലിനെ JPEG ഫയലിനെ ഇങ്ങോട്ട് കയറ്റുകയാണ്. സോ നമ്മുടെ JPEG ഫയൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്നെന്താണ് നമ്മൾ ചെയ്തത്? പെൻ ടൂൾ യൂസ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്ലൈനിലൂടെ ഈ കാറിനെ മാത്രം നമ്മളന്ന് കട്ടൗട്ടാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് പെൻ ടൂൾ ഉണ്ടെങ്കിലും പെൻ ടൂളിനെ നമ്മൾ കുറച്ചും കൂടി ഒരു ഡ്രോയിങ് ടൂളായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കട്ടൗട്ട് ചെയ്യാൻ വേണമെങ്കിൽ മാസ്ക് ഒക്കെ ചെയ്യാം. പക്ഷേ അത് ഇച്ചിരി ഒരു വളഞ്ഞു പിടിക്കുന്ന ഒരു പരിപാടിയാണ്. സോ അത് ഒഴിവാക്കാം. പിന്നെ വേണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം, അങ്ങനെ കട്ടൗട്ടൊക്കെ ചെയ്യാം. പക്ഷേ ആസ് സച്ച് ഇതൊരു കോംപ്ലക്സ് ഷേപ്പ് ആയതുകൊണ്ട് അങ്ങനെ കട്ടൗട്ട് ചെയ്യാൻ പാടാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിഗ്മയിൽ ഈ നേറ്റീവ്ലി ലാക്ക് ചെയ്യുന്ന മിക്ക സാധനങ്ങളും ഇതിൻ്റെ അകത്ത് പ്ലഗിൻസ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലഗിൻസ് യൂസ് ചെയ്തതിന് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ ഈ സാധനത്തിന് ഒന്ന് ഫസ്റ്റ് റീനെയിം ചെയ്യാം കേട്ടോ. സോ റൈറ്റ് ക്ലിക്ക് ചെയ്തു, റീനെയിം ചെയ്തു. ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, ഷോർട്ട് കട്ട്സ് നിങ്ങൾ വഴിയെ പഠിച്ചോളൂ. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റീനെയിം ചെയ്യുക, കാരണം നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ കാറാണ്. സോ ഇതിനെ മാറ്റാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ കമ്പോണൻസ് ഇപ്പം അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് കമ്പോണൻസിന് ഞാൻ പ്ലഗിൻസിലേക്ക് പോയി, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സാധനം ഈ ഐക്കൺ സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവറാണ്. ഇച്ചിരി സ്ലോ ആണ്, എന്നാലും സാധനം വർക്ക് ചെയ്തോളൂ. സോ ഇച്ചിരി നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോഷോപ്പിൽ ചെയ്തതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളന്ന് ഈ വണ്ടീനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇമേജിനെ ഞാൻ ഈ ഫ്രെയിമിലേക്ക് കൊണ്ടിട്ടു. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് ശരിയാക്കാം. ഇതിനെ സെൻറ്റർ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഈ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനെ നമുക്ക് വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഒക്കെ സെൻറ്റർ ചെയ്യാൻ പറ്റും. ഇമേജിൻ്റെ ഫുൾ സൈസ് വെച്ചിട്ടായിരിക്കും കേട്ടോ, അതിൻ്റെ സബ്ജക്റ്റ് മാത്രം എടുത്തിട്ടല്ലായിരിക്കും അതിൻ്റെ ഈ വാല്യൂ വരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് സെൻറ്റർ ചെയ്തു. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് ഫോട്ടോഷോപ്പിൽ അന്ന് നമ്മൾ ചെയ്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വണ്ടിയുടെ കളർ മാറ്റുമായിരുന്നു. സോ ഫിഗ്മയ്ക്കകത്ത് ആ പരിപാടി നടക്കില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻറ്റഡ് യൂസ് കേസ് വേറെ ആയതുകൊണ്ട് ആ പരിപാടി ഇത് നടക്കില്ല. പക്ഷേ നമുക്കതിൻ്റെ അതല്ലാതെ വേറെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഈ ഷാഡോസ് ഉണ്ടാക്കുന്നതും ഈ ബ്ലാക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ നമുക്കാദ്യം ഈ വിൻഡോസ് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം പോകുന്നത് പെൻ ടൂൾ എടുക്കുകയാണ്. സോ പെൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്.
ഓക്കെ, അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് കാരണം അത്രയും പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഓക്കെ. എന്നിട്ട് ഇതിന് ഞാൻ ഫില്ല് കൊടുക്കുകയാണ്. ഫില്ല് കൊടുത്താലേ നമുക്കത് ഫില്ലാവുള്ളൂ. എന്നിട്ട് സ്ട്രോക്ക് റിമൂവ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഇതിനെ ബ്ലാക്കിലേക്ക് കൊണ്ടുപോവാണ്. സോ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ പോയാൽ മതി. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഒത്തിരി വേണ്ട, ജസ്റ്റ് ആവശ്യത്തിനുള്ള അത്രയും മാത്രം ചെയ്താൽ മതി. കാരണം ഇതിനെ നമ്മൾ ഇനി കുറച്ച് ഒപ്പാസിറ്റി കുറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഫുൾ സോളിഡ് ബ്ലാക്ക് ആയിപ്പോയി. നമുക്കിതിന് ഇച്ചിരി ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് വെക്കാം, ഒരു 90% ഒക്കെ ആക്കിയാൽ. അതുപോലത്തെ ഒരു ബ്ലാക്ക് ഔട്ട് എഫക്റ്റ് നമുക്കിവിടെയും കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആക്കിയാൽ മതി, ബാക്കിയെല്ലാം ശരിയായിക്കോളും. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഷാഡോസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷാഡോസ് നമുക്ക് വേണ്ടത് 1D ഷാഡോസ് വേണം. സോ ആ ഷാഡോസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് കറക്റ്റായിട്ട് മാപ്പ് ചെയ്തിട്ട് ഷാഡോസ് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്കെന്താ ജസ്റ്റ് ഒരു സർക്കിളോ എലിപ്സോ എല്ലാം എടുത്തിട്ട് വരയ്ക്കാം. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എലിപ്സ് വെച്ച് വരച്ച് നോക്കാൻ പോവാം. സോ ഇങ്ങനെ ഒരു സാധനം. എന്നിട്ട് ഇതിനെ ഞാൻ സബ്ജക്റ്റിൻ്റെ അടിയിൽ കൊണ്ടിടുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ ഫുൾ ബ്ലാക്ക് ആക്കുക. ഓക്കെ, ബ്ലാക്ക് ആക്കി ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ജസ്റ്റ് ഈ ലെയറിനെ ഒന്ന് ലോക്ക് ചെയ്യാം കേട്ടോ, നമുക്കത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ കയറി ക്ലിക്ക് ആവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്യണം അല്ലേ, ഒരു ബ്ലർ പോലത്തെ ഒരു എഫക്റ്റ് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതിൽ പോയിട്ട് ലെയർ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റിലേക്ക് പോവാണ്. സോ എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബ്ലർ വാല്യൂ കൂട്ടുവാണ്. അപ്പോൾ കണ്ട ഒരു റിയലിസ്റ്റിക് ഷാഡോയിലേക്ക് എത്തി അല്ലേ. അപ്പോൾ ഇതിനെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. റൈറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഷേപ്പ് നിങ്ങൾക്ക് വരച്ചെടുക്കാം, അതും അല്ലെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഇപ്പറേയും കൊണ്ടിടുന്നു, കോപ്പി ചെയ്തിട്ടിടുക കേട്ടോ. പിന്നെ ഈ ടയറിൻ്റെ അടിയിൽ വേറെ ഷാഡോസ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്യാം കേട്ടോ. ഓരോ ഒബ്ജക്റ്റിനെയും സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യുകയാണ്. എന്നിട്ട് സ്പെസിഫിക്കലി ഇതിൻ്റെ ലെയർ ബ്ലർ ഇച്ചിരി കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിലത്തെ ടയറിനും കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട്സാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും ബേസിക്കലി ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ഇവിടെയും റിയലിസ്റ്റിക് ഷാഡോസ് ഉണ്ടാക്കാൻ പറ്റി, കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് ഈ റെഡ് കളർ തന്നെ വേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ സാധനത്തിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ അഭിഷേക് കഴിഞ്ഞ ദിവസം ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആസറ്റിനെ കൊണ്ടുവരാൻ വരും കേട്ടോ. സോ ഞാൻ ഈ ഫോൾഡറിൽ പോയിട്ട് ഈ ആസറ്റ് കൊണ്ടുവരാൻ പോവാം ഇങ്ങോട്ട്. ഓക്കെ, സോ ഇതിൽ ഓൾറെഡി ഷാഡോസ് ഉണ്ട്. സോ ആ ഷാഡോസ് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഷാഡോസിനിട്ട് കാര്യമായിട്ട് പണിയാൻ പോകുന്നില്ല. ഓക്കെ, ഇതിനെയും ഞാനൊന്ന് സെൻറ്റർ ചെയ്യാണ്. എന്നിട്ട് ഈ കറക്റ്റാന്ന് തോന്നുന്ന ഒരു രീതിയിൽ ഞാൻ വെച്ചു. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് വേണ്ടത് ഈ 911 എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊണ്ടിടാനാണ്. ഓക്കെ, സോ ആ ഫോണ്ട് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ബേബസ് ന്യൂ എന്ന് പറഞ്ഞ ഫോണ്ടാണ്. സോ ബേബസ് ന്യൂ ഫോണ്ട് എൻ്റെ കിടപ്പുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഫോണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫിഗ്മയുടെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനുള്ളിൽ വന്നോളും. അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബിലാണെങ്കിൽ അതിനൊരു കമ്പാനിയൻ ആപ്പ് ഉണ്ട്. ആ കമ്പാനിയൻ ആപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൽ പോയിട്ട് ഞാൻ 911 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഭയങ്കര ചെറുതാണ്. ഞാനപ്പോൾ ഇതിനെ ഒന്ന് വലുതാക്കാൻ പോവാം. അപ്പോൾ കെ പ്രസ് ചെയ്ത് ഞാൻ വലുതാക്കി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പൊസിഷനൊക്കെ ശരിയാക്കാം. സോ നമുക്ക് അറിയാം, നമ്മൾ പറഞ്ഞ പോലെ ബേബസ് ന്യൂ ഫോണ്ടാണെന്ന് അറിയാം. റൈറ്റ്. സോ ബേബസ് ന്യൂ ഫോണ്ട് എടുത്തു. ഓക്കെ, ഇതിനെ സൈസ് ഏകദേശം കറക്റ്റായി. ഇതിനെ നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ ലെയറാക്കി എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിതിൻ്റെ കളറ് റെഡ് ആക്കുകയാണ്. സോ ഈ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ കളറ് കിട്ടി. ഓക്കെ, ഫൈൻ.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അഭിഷേക് സെപ്പറേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു വൈറ്റ് സാധനം ബാക്കി കൊണ്ടിട്ടായിരുന്നു. സോ ആ സെയിം പരിപാടി നമുക്കിവിടെയും ചെയ്യാം. ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു എലിപ്സ് എടുക്കുകയാണ്. എലിപ്സ് എടുത്ത് വണ്ടിയുടെ ബാക്കിൽ കൊണ്ടിട്ടിട്ട് എഫക്സിൽ പോകുന്നു, ലെയർ ബ്ലറിൽ പോകുന്നു. ഇതിനെ ആദ്യം വൈറ്റ് ആക്കുന്നു, എന്നിട്ട് ഞാൻ ബ്ലർ ലെവൽ കൂട്ടുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ട ആ ഒരു സെപ്പറേഷൻ ഇവിടെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ഷേപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പോലെ ആക്കാം. സോ എന്ത് ചെയ്യുക, നമ്മുടെ എലിപ്സ് ലെയർ. ഓക്കെ, സോ ഏകദേശം അതേപോലെ തന്നെ നമുക്കിവിടെയും ഒരു ബ്ലർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും കൂട്ടാം വേണമെങ്കിൽ, അതിൻ്റെ ഹാർഷ്നെസ് ഒക്കെ കുറഞ്ഞ് കിട്ടും. സോ നമ്മൾ അതും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് താഴെ ഈ ബ്ലാക്കി എന്നുള്ളൊരു ഫെയ്ഡ് കിട്ടുന്നുണ്ടോ? സോ അതെങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഞാൻ അടുത്തൊരു റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഏകദേശം ഈ ഒരു സൈസ് എടുക്കുന്നു. സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഫില്ലിൽ പോകുന്നു, ഗ്രേഡിയൻറ്റിൽ പോകുന്നു. നമുക്ക് വേണ്ടത് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്, കാരണം ബ്ലാക്കിൽ നിന്ന് അതിലേക്ക് തന്നെ ഒരു ഫെയ്ഡ് ചെയ്ത് പോകുന്ന പോലെയാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ബ്ലാക്ക് ആക്കുവാണ്, ഇതിനെയും ബ്ലാക്ക് ആക്കുവാണ്. സോ നമുക്ക് താഴേന്ന് മുകളിലേക്ക് വേണ്ട, അപ്പോൾ ഈ 2 പോയിൻറ്റ്സിനെ ഞാൻ താഴേന്ന് മുകളിലേക്ക് ആക്കുവാണ്. ആക്കി. ഓക്കെ, അപ്പോൾ നമുക്കിത് 100% ഒപ്പാസിറ്റിയിൽ നിന്ന് 0% ഒപ്പാസിറ്റിയിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇതിനെ 0% എന്ന് കൊടുത്തു. അപ്പോൾ കണ്ടോ, നമുക്കങ്ങനെ ഒരു സാധനം കിട്ടി, ഒരു ഫെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ഗ്രേഷ് കളറിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഡിപ്പെൻസ് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗ്രേഡിയൻറ്റും ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ പോർഷ എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. സോ ഈ ഫോണ്ട് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചോ. എനിക്ക് ഫോണ്ട് ഏതാണെന്ന് അറിയാം, എന്നാൽ ഈ ഫോണ്ട് ഏതാണെന്ന് അറിയത്തില്ല എന്ന് വെച്ചോ. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നമുക്ക് ജസ്റ്റ് വാട്ട് ദ ഫോണ്ട് ഫൈൻഡർ ഒരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഡായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുവാണ്. സോ ദ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ട്യൂട്ടോറിയൽ വ്യൂ ഐക്കൺസ്. സോ ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഐഡൻറ്റിഫൈങ് ടെക്സ്റ്റ് ഇൻ ഇമേജ് എന്ന് പറഞ്ഞിട്ട് അവർ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഐഡൻറ്റിഫൈ ഫോണ്ട് കൊടുത്തു. അപ്പോൾ കണ്ടോ, അതേപോലത്തെ കുറച്ച് ഫോണ്ടുകൾ അത് കാണിച്ചു. സോ ഇത് ഏകദേശം അതേപോലത്തെ തന്നെ ഫോണ്ടാണ്. നമുക്ക് നോക്കാം, ഫിഗ്മയിൽ തന്നെ പോയി നോക്കാം. കണ്ടോ, അതേപോലത്തെ ഫോണ്ടാണ്. അപ്പോൾ ആ ഫോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ അഭിഷേക് യൂസ് ചെയ്ത് അതേ ഫോണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫോണ്ട് തന്നെ യൂസ് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ ഫോണ്ടിൻ്റെ പേര് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ഫോണ്ടിൻ്റെ പേരടിച്ചിട്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ അഭിഷേക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് എയിലറോൺസ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. സോ ഞാൻ ജസ്റ്റ് അടുത്ത ടെക്സ്റ്റ് എടുക്കുന്നു. ഭയങ്കര വലുതായിപ്പോയില്ലേ, ഒരു 128. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ കൊടുക്കാൻ പോവാണ്. നമുക്ക് പോർഷ എന്ന് ടൈപ്പ് ചെയ്യാം. പോർഷയുടെ പ്രൊനൗൺസിയേഷൻ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. സോ ഡസൻറ്റ് മാറ്റർ. ഇപ്പം ഞാൻ ഇവിടെ പോയിട്ട് എയിലറോൺസ് ഫോണ്ട് എടുത്തു. ഓക്കെ, നൈസ്. ഇനി നമുക്കിതിൻ്റെ സൈസ് ഒന്ന് ശരിയാക്കാം. കെ കൊടുത്തിട്ട് ഞാൻ സ്കെയിൽ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതിനും നമുക്ക് ആ കളർ കൊടുക്കാം. സോ ഞാൻ ഫില്ലിൽ പോകുന്നു, ആ കളർ എടുക്കുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഫൈൻ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൊണ്ടിടാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇച്ചിരി ചെറുതാക്കാം. സോ അതുപോലെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതിൻ്റെ കുറച്ച് ഭാഗം ബ്ലർ ചെയ്തിട്ടല്ല ഒപ്പാസിറ്റി കുറച്ചിട്ട് ഇവിടെ അതിൻ്റെ ഒരു ഒരു ഗ്ലിംസ് പോലെ സാധനം ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് അതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഈ ലെയർ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് ഞാൻ കൊണ്ടിരുന്നു. നമുക്ക് വേണ്ടതുപോലെ സ്കെയിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, സോ ടയറിൻ്റെ എത്രയും ഭാഗം കാണിച്ചുള്ളായിരുന്നു. ഞാൻ ജസ്റ്റ് ആദ്യം ഇതിൻ്റെ സാച്ചുറേഷൻ 0 ആക്കുന്നു. എന്നിട്ട് ഇതിനെ ഒരു 10% വേണ്ട, ഒരു 20% കൊടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം
അതുപോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്രോപ്പ് ചെയ്യുവാണ്. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ താഴെ ആകുമ്പോൾ ക്രോപ്പായി പോകുന്നില്ല. അപ്പോഴും പക്ഷേ കണ്ടു ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ്. അപ്പോൾ നമുക്കതും ഒന്ന് ഫെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്ത് വൈറ്റിലേക്ക് നമുക്കതിനെ ഫെയ്ഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നു, ലീനിയർ ഗ്രേഡിയൻറ്റിൽ പോകുന്നു, പോയിൻറ്റുകൾ ആദ്യം തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ 2 കളറും ഈ കളർ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇതിനെ 0% ആക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ താഴ്ത്തി കഴിഞ്ഞപ്പോൾ കണ്ടോ അത് ബ്ലെൻഡായി കിട്ടി. വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ താഴ്ത്താം. കണ്ടോ സാധനം ഏകദേശം ബ്ലെൻഡായി കിട്ടി. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ലെയറിൻ്റെ അടിയിൽ കൊണ്ടിട്ടിട്ട് ഈ വണ്ടിയുടെ ലെയറിനെയും അതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. കണ്ടോ? ഓക്കെ, സോ അത് നൈസായിട്ട് നമുക്ക് കിട്ടി. ജസ്റ്റ് ഒന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചാൽ മതി. അതാണ് ബേസിക് പ്രോസസ്സ്. സോ അടുത്ത നമുക്ക് ഈ ലോഗോസിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ജസ്റ്റ് ഫോൾഡർ കുഴപ്പി ഈ പോഷയുടെ ലോഗോ എടുത്തു, ഇതിൻ്റെ അകത്ത് ഫയലിൽ കൊണ്ടിട്ടു. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി ചെയ്യാണ്. ഐക്കൺ സീറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കൊടുത്തു. സോ ഈ മോഷൻ ബ്ലർ ലീനിയർ ബ്ലറാണോ റേഡിയൽ ബ്ലറാണോ നമുക്ക് നോക്കാം. എന്താണേലും അതിനിച്ചിരി ബ്ലറൊക്കെ കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലഗിൻസ് ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവേണ്ടതാണ്. സോ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു മോഷൻ ബ്ലർ നമുക്ക് ഏകദേശം എല്ലാത്തിനും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാം. സോ ഞാൻ മോഷൻ ബ്ലർ എന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. മോഷൻ ബ്ലർ, അപ്പോൾ ഇതാണ് ആദ്യം വരുന്നത്. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാണ്. ഇമ്പോർട്ട് സോഴ്സ്, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യട്ടെ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ഓക്കെ, നമ്മുടെ ഇത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പല ടൈപ്പ് ബ്ലർ കിടപ്പുണ്ട്. സൂം ബ്ലർ, ലീനിയർ ബ്ലർ, ടിൽറ്റ് ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ലീനിയർ ബ്ലർ വെച്ച് ചെയ്യാം, അപ്പോൾ അതൊരു നീങ്ങുന്ന പോലെ ഒരു ഫീൽ കിട്ടും. അല്ലെങ്കിൽ റേഡിയൽ ബ്ലർ വെച്ച് ചെയ്യാം. റേഡിയൽ ബ്ലർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു കറങ്ങുന്ന ഒരു വൈബ് കിട്ടും. അപ്പോൾ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് ക്യാൻവസ് കൊടുക്കുകയാണ്. എവിടെയാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇത് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ കോർണറിൽ കൊണ്ടിടുക. സോ ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ 3Dയിൽ വാർപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതാദ്യം കോർണറിൽ കൊണ്ടിടാം. കുറച്ചും കൂടെ ബ്ലർ കൊടുക്കാൻ വേണ്ടി ഈ എഫക്ട്സിൽ പോയിട്ട് ഇവിടെ ഒരു ലെയർ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലെയർ ബ്ലറിൽ കയറിയിട്ട് വേണേൽ കൊടുക്കാം. അല്ലെങ്കിൽ ആ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലർ കൂടുതൽ കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ അത് ചെയ്ത് നോക്കാം. സോ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ട് VJ ബ്ലർ ഇഫക്റ്റ്, ഇമ്പോർട്ട് സോഴ്സ്, എന്നിട്ട് റേഡിയൽ ബ്ലർ വേണോ അതോ ലീനിയർ ബ്ലർ വേണോ? നമുക്ക് ഇത് കൊടുത്തു നോക്കാം. എക്സ്പോർട്ട് ടു ക്യാൻവസ്. അപ്പോൾ അതാ ഒരു നീങ്ങുന്ന ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടിടുന്നു, ചെരിച്ചിടുന്നു. ഇതാട്ടോ ഈ ആംഗിളുടെ ബട്ടണാണ് നമുക്ക് ചെരിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആംഗിളുടെ ബട്ടൺ വെച്ച് ചെരിക്കുന്നു. ഈ ബ്ലറിൻ്റെ ലെവലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്തോ കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഇച്ചിരി കൂടെ ഒരു ബ്ലർ കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ലെയർ ബ്ലറും കൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വീതി കൂട്ടാം അല്ലേ. സോ ഓക്കെ, ഇതിനെ 2 കോപ്പീസും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. താഴെ ഒരെണ്ണം വേണം, പുറത്തേക്ക് തിരിഞ്ഞിരിക്കട്ടെ. വണ്ടിയുടെ ബാക്കിലായിട്ടും ഒരെണ്ണം വേണം.
അന്ന് നമ്മൾ 3Dയിൽ കുറച്ച് വാർപ്പൊക്കെ ചെയ്തിട്ടായിരുന്നു അഭിഷേക് ചെയ്തപ്പോൾ. പക്ഷേ അതിന് ഞാനിതുവരെ ഫിഗ്മയ്ക്കകത്തൊരു ടൂള് കണ്ടിട്ടില്ല. സോ തൽക്കാലം ഐ തിങ്ക് ദിസ് വിൽ ഡു. സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് എക്സ്പോഷർ കുറയ്ക്കുകയാണ്, കാരണം അത്രയും ലൈറ്റായിട്ട് വേണ്ടല്ലോ. ഇതും പൊടിക്ക് കുറയ്ക്കുകയാണ്, ഇതും കുറച്ചേക്കാം. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും, നമ്മുടെ ഈ താഴത്തെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയർ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഏകദേശം അതായി. ഇനി നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ 911 എന്ന് പറഞ്ഞ ടെക്സ്റ്റിനുള്ളിൽ ഒരു ലിക്വിഫൈഡ് വേർഷൻ ഓഫ് ഈ വണ്ടിയുടെ ഇത് കിടപ്പുണ്ട്. സോ നമുക്കതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഈ ഒരു ഫ്രെയിമിൽ പറ്റില്ലായിരിക്കും, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫ്രെയിം ഒന്ന് വലുതാക്കാം. ഷിഫ്റ്റ് അല്ല കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ഈ ഫ്രെയിമിൻ്റെ സൈസ് ഒന്ന് ഓട്ടു കേട്ടോ, ഇതിൻ്റെ മൊത്തം ഇരിക്കുന്നത്. എന്നിട്ട് ഞാനിതിനൊരു കോപ്പി ഉണ്ടാക്കിയിട്ട് ഈ ബാക്കിലായിട്ട് കൊണ്ടിടാണ്. ഇതെവിടെ കിടക്കണേ എന്നറിയത്തില്ല. സോ നമുക്ക് ഈ 911 എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ മാത്രം വന്നാൽ മതി. പിന്നെ ലിക്വിഫൈഡ് ആയിട്ട് വേണം. സോ ലിക്വിഫൈഡ് ആക്കാൻ നമുക്ക് നോക്കാം, അതിന് പ്ലഗിൻ ഉണ്ടാവും. സോ നമുക്ക് ലിക്വിഫൈ, ഓക്കെ ഉണ്ട്. ഇതാരുടെയാണ്? ഇത് നമ്മുടെ ഇതറിയോ, ഈ സാധനമാണ് നമ്മുടെ എന്നതാ ഫോട്ടോപ്പിയയുടെ എന്തോ പ്ലഗിൻ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ലിക്വിഫൈ ചെയ്തെടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഷേപ്പിൽ നിർത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിനെ ഒന്ന് ലിക്വിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഓവർലേ ആക്കി. അപ്പോൾ നമുക്കത് അതിൻ്റെ അകത്ത് കൊണ്ടിടാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 30%ഓ 20%ഓ ഒക്കെ ആക്കി ഇട്ടാൽ ഏകദേശം ആ ഒരു എഫക്റ്റ് ഇവിടെയും അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു 15 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുന്ന കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ലെയർ ഏതാ? ലെയർ അത്. അപ്പോൾ അത് ലിക്വിഫൈ ചെയ്തതിൻ്റെ എന്തോ കുഴപ്പം കാരണമാണ് അത് തമ്മിൽ വ്യത്യാസമൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബേസിക് ലേഔട്ട് കിട്ടി. മുകളിലും ഞാനിത് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിടുക കേട്ടോ. ഇതിന് വേണ്ടി ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് കോപ്പി ചെയ്തു, ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്തു. ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിടുന്നു. എന്നിട്ട് ഇതിനെ ഒരു 30% ഒക്കെ മതി. ഒരു ചെറിയൊരു ഡാർക്ക്നെസ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഈ സാധനം ഒന്ന് ഇച്ചിരി വലുതാക്കാം. എന്നിട്ട് ഈ പോർഷ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിനെ വേണം മുകളിൽ കൊണ്ടിടാം. അല്ല, ഇവിടെ തന്നെ കിടക്കട്ടെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പേപ്പർ ടെക്സ്ചറൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ആ ഒരു പേപ്പർ ടെക്സ്ചർ ഇടാം. സോ പേപ്പർ ടെക്സ്ചർ ഞാൻ ഡിസൈൻ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേപ്പർ ടെക്സ്ചേഴ്സ് ഉണ്ടാക്കി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഈ ഒരു പേപ്പർ ടെക്സ്ചർ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ സ്കെയിൽ ചെയ്യുക കേട്ടോ. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വൈറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് റിമൂവ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യും, ബ്ലാക്ക് റിമൂവ് ചെയ്യാൻ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ വൈറ്റ് റിമൂവ് ചെയ്തപ്പോൾ അത് ഒത്തിരി പോയി. ഞാൻ ഒന്ന് താഴ്ത്ത് കൊണ്ടിടാം. വണ്ടിയുടെ ആ ലെയറിൽ വേണോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടിയിൽ കൊണ്ടിടുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 20%ഓ 40%ഓ അങ്ങനെ വല്ല ഇട്ടാൽ ആ ഒരു എഫക്റ്റും കിട്ടി. വേണമെങ്കിൽ നമുക്ക് ഈ റെക്റ്റാങ്കിൾ റിമൂവ് ചെയ്യാം. അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു എഫക്റ്റും കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ്ലി അതിൻ്റെ അകത്തെ എല്ലാ സാധനവും ആയിട്ടുമുണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് മറ്റേ ലെയർ തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ വേവ് ഇൻഡെക്സ് പേപ്പറിൻ്റെ ടെക്സ്ചർ വരുന്നതുകൊണ്ട് ഉള്ള ഡിഫറൻസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടിക്കൊടുക്കും, അല്ല എക്സ്പോഷർ കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് വൈറ്റ് ബ്ലെൻഡ് ആവാൻ വേണ്ടി കേട്ടോ. ഇതൊക്കെ കുറേ നാളിങ്ങനെ ചെയ്തു വരുമ്പോൾ താനെ ഉണ്ടായി വരുന്ന സ്കിൽസാണ്, ഓർത്ത് പേടിക്കണ്ട. അപ്പോൾ അതാ ഏകദേശം നമ്മൾ ഈ പോസ്റ്ററിനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
സച്ച് ആണേലും സച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല, പക്ഷേ ലൈക്ക് മോസ്റ്റ്ലി നമുക്കതിൻ്റെ എസൻസ് കീപ്പ് ചെയ്ത് നമുക്കതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഗൈസ്. ഇതിനെ നമുക്ക് ഇച്ചിരിയും കൂടെ ചെറുതാക്കാം. എന്നിട്ട് ഈ പോർഷ ലോഗോ പോർഷയുടെ ഇതെടുത്ത് അടിയിൽ കൊണ്ടിടാം. അപ്പോൾ കണ്ടോ, നമ്മൾ ആ പോസ്റ്ററിനെ മോസ്റ്റ്ലി അതിൻ്റെ എസൻസ് ഒത്തിരി കളയാണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ യാ, ദാറ്റ് വാസ് സെറ്റ്. സോ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പും ഫിഗ്മയും തമ്മിലുള്ള വർക്ക് ഫ്ലോയുടെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. സോ ദാറ്റ് വാസ് അബൌട്ട് ഇറ്റ് ആൻഡ് see you guys next time.